മലയാളികൾ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച് തമിഴ്നാട്ടിൽ ശ്രദ്ധ നേടിയ തമിഴ് ഹൊറർ ത്രില്ലർ റൂട്ട് നമ്പർ 17 കേരളത്തിൽ പ്രദർശനത്തിനെത്തി. ഔസേപ്പച്ചൻ സംഗീത സംവിധാനം ചെയ്യുന്ന ആദ്യ തമിഴ് ചിത്രം എന്ന പ്രത്യേകതയും റൂട്ട് നമ്പർ 17 ഉണ്ട്. തമിഴിൽ തായ്നിലം എന്ന ചിത്രമൊരുക്കിയ അഭിലാഷ് ജി ദേവൻ സംവിധാനം ചെയ്ത ചിത്രമായ റൂട്ട് നമ്പർ 17 തമിഴ്നാട്ടിൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച് തുടരുകയാണ്. സത്യമംഗലം കാട്ടിലെ യാത്ര നിരോധിക്കപ്പെട്ട റൂട്ട് നമ്പർ 17 എന്ന വഴിയുമായി ബന്ധപ്പെട്ടാണ് കഥ പറയുന്നത്. ആ പാതയിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടക്കുന്നതും ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതും കൊടുംവനത്തിന്റെ നിഗൂഢതയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. സിനിമയുടെ സൗണ്ട് ഡിസൈനും മറ്റൊക്കെ ചെയ്തേക്കുന്ന കാന്താര എന്ന് പറയുന്ന സിനിമയുടെ സൗണ്ട് ഡിസൈനിങ് ചെയ്ത അതേ ടീം തന്നെയാണ്. അതുപോലെ രാജകൃഷ്ണനാണ് ഇത് മിക്സ് ചെയ്തേക്കുന്നത്. എഡിറ്റ് ചെയ്തേക്കുന്നത് ബ്രോഡാഡി, എമ്പുരാൻ, കുരുതി എന്നീ സിനിമകളുടെയൊക്കെ എഡിറ്ററാണ്. അങ്ങനെ എല്ലാവരും ടെക്നിക്കൽ ബേസ് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തികളാണ് ഈ സിനിമയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ അവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് തമിഴുമായിട്ടാണ്. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ആ തമിഴിൻ്റെ കൾച്ചറിലും തമിഴിൻ്റെ രീതിയിലേ എനിക്ക് ചിന്തിക്കാൻ പറ്റിയുള്ളൂ. മലയാളമായിട്ട് അത്രയും വലിയ കണക്ഷൻ എനിക്കില്ല. അതുകൊണ്ടാണ് ഇത് തമിഴ് സിനിമയായത്. നിരവധി തമിഴ് ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ച ജിതൻ രമേശാണ് നായകൻ. അഞ്ജു പാണ്ഡ്യയാണ് നായികയായി അഭിനയിക്കുന്നത്. ഇവരെ കൂടാതെ മലയാളി താരം ഹരീഷ് പേരടി, അരുവി മദൻ, അമർ രാമചന്ദ്രൻ എന്നിവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ പടം കാണിച്ചപ്പോഴാണ് അവിടുത്തെ ലീഡിങ് പ്രൊഡ്യൂസേഴ്സാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളിത് തിയേറ്ററിൽ കാണിക്കാതെ പോകരുത്, പ്രോപ്പറായിട്ട് തിയേറ്ററിൽ ഇറക്കണം. അങ്ങനെയാണ് ഞങ്ങൾക്ക് തിയേറ്ററിൽ ഇറക്കാനുള്ളൊരു ധൈര്യം വന്നത്. അഭിലാഷ് പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഫസ്റ്റ് 2 വീക്സ് ഓടിക്കഴിഞ്ഞപ്പോൾ അവിടെ പൊങ്കൽ പടം വന്നു. പൊങ്കൽ പടം വന്നപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ പോലത്തെ ചെറിയ പടങ്ങൾ മാറ്റി പൊങ്കൽ പടം വരും. പക്ഷെ പൊങ്കൽ പടം കുറച്ച് ദിവസം ഓടിക്കഴിഞ്ഞപ്പം വീണ്ടും നമ്മുടെ പടം മാറ്റി അതേ തിയേറ്റേഴ്സ് തന്നെ വീണ്ടും ഞങ്ങളുടെ പടം തിരിച്ചു വിളിച്ചു. അത് നമുക്ക് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. അതൊക്കെ കൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവൽ എന്തായാലും കേരളത്തിലേക്കും റിലീസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിറങ്ങിയത്. ചിലവർക്ക് ഡൗട്ട് ഉണ്ട്, തമിഴല്ലേ നമ്മളെങ്ങനെ മനസ്സിലാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരാറുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾക്ക് എനിക്ക് തോന്നുന്നു തമിഴ് കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കര ലൈറ്റായിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അങ്ങനെ കടുകട്ടിയായിട്ടുള്ള വാക്കുകളൊന്നും ഇതിലില്ല. അപ്പം നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം അതൊന്നും മനസ്സിൽ വെക്കരുത്. പിന്നെ ചിലവർ പറയും ഹൊറർ മൂവിയാണോ എന്ന് ചോദിച്ചിട്ട് ചിലർ പറയുന്നുണ്ട് കുട്ടികളെയൊന്നും കൂടി വരില്ല എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ട് വരരുത്. അതൊരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. 50 വർഷമായി മലയാള സംഗീത സംവിധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഔസേപ്പച്ചൻ ആദ്യമായി സംഗീതമൊരുക്കിയ തമിഴ് ചിത്രം കൂടിയാണ് റൂട്ട് നമ്പർ 17. വളരെ നല്ല പാട്ടുകൾ, 3 പാട്ടുകൾ അതിലുണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചത് ആ പടം അത് ഡിമാൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ സബ്ജക്റ്റും പിന്നെ അത് അവരെടുത്തിട്ട് വന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കണ്ടവരെല്ലാവരും പറഞ്ഞു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരം. പക്ഷെ അത് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസ് ഇതിൻ്റെ ക്യാമറാമാൻ പ്രശാന്തും സംവിധായകനും കൂടി എനിക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ അത്രയും ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മ്യൂസിക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിഷ്വൽസും കാര്യങ്ങളായിരുന്നു. അങ്ങനെ അത് ചെയ്യാൻ സാധിച്ചു. അതിലുള്ള സന്തോഷമുണ്ട്. പിന്നെ എല്ലാത്തിലുപരി നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, പക്ഷേ നിങ്ങൾ ഈ പടം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും, പിന്നെ ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് കാണുമല്ലോ, ഇത് കാണുന്ന പ്രേക്ഷകരും ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് നമ്മൾ പറയുമല്ലോ നമുക്ക് സമയം പോയി അല്ലെങ്കിൽ കാശ് പോയി എന്ന് പറയും. ഇതൊരിക്കലും അങ്ങനെ പറയേണ്ടി വരില്ല. 2 മണിക്കൂർ സിനിമാ തിയേറ്ററിൽ നമ്മൾ പടം ആരംഭിച്ചാൽ അത് അവസാനിച്ച് അതിൻ്റെ റോളിംഗ് ടൈറ്റിൽ കഴിയുന്നവരേക്കും ആ ത്രില്ല് നമ്മളെ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കും. என்ன பயந்துட்டியா? என்னோட
பாதையில எதுக்கு நீ வந்த? അമൃത ന്യൂസ് കൊച്ചി.